भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ആ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അന്യാദൃശമായ കാരുണ്യ കടാക്ഷങ്ങളെ കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 628 ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ 56 അധ്യായത്തിൽ 13 ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. സത്രാജിത്തിന് സൂര്യഭഗവാനിൽ നിന്ന് ലഭിച്ച അതിവിശേഷമായിട്ടുള്ള സ്യമന്തകരത്നം, സ്യമന്തകമണി, അത് ഭഗവാൻ ചോദിച്ചുവെങ്കിലും നൈവപ്രാദാത് ഒരിക്കലും കൊടുത്തില്ല. ഇപ്പോൾ നിങ്ങളുടെ പക്കലിരുന്നാലും എൻ്റെ പക്കലിരുന്നാലും എന്താ വ്യത്യാസം? പിന്നെ കൊണ്ടുപോവാം, അല്ലെങ്കിൽ ഇപ്പോൾ വേണ്ട, ഇങ്ങനെയുള്ള രീതിയിൽ കൊടുക്കാതിരുന്നു എന്ന് കാണിക്കുന്നു. അത് അർത്ഥത്തെ നൽകുന്ന ആ രത്നം വലിയൊരു അനർത്ഥമായി എന്ന് പറയുകയാണ് പിന്നീട്. തമേകദാ മണിം കണ്ഠേ പ്രതിമുച്യ മഹാപ്രഭം പ്രസേനോ ഹയമാരുഹ്യ മൃഗയാം വ്യചരദ്വനേ. ഏകദാ ഒരിക്കൽ മഹാപ്രഭം തം മണിം കണ്ഠേ പ്രതിമുച്യ, വളരെ പ്രഭയുള്ള ആ രത്നത്തെ കഴുത്തിലണിഞ്ഞിട്ട് പ്രസേനഹ പ്രസേനൻ ഹയം ആരുഹ്യ കുതിരപ്പുറത്ത് കയറി വനേ മൃഗയാം വ്യചരൻ വനത്തിലേക്ക് നായാട്ടിനായിട്ട് പോയി. സത്രാജിത്തിൻ്റെ സഹോദരനാണ് പ്രസേനൻ എന്നാണ്. അങ്ങനെ ആ രത്നം കഴുത്തിലണിഞ്ഞ് സജ്ജനങ്ങൾ പറയാറുണ്ട്, നമ്മൾ ഈ രത്നമൊക്കെ ധരിക്കണത് എന്തിനു വേണ്ടിയിട്ടാ? അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഭംഗി ഉണ്ടാവാൻ എന്നൊക്കെ പറയുമെങ്കിലും മറ്റുള്ളവർക്ക് കണ്ടാൽ ചെറിയ ഒരു അസൂയ പോലും തോന്നണം, എന്നാലേ അതുകൊണ്ട് കാര്യമുള്ളൂ എന്നാണ്. അപ്പൊ കാട്ടിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ അണിഞ്ഞു പോകേണ്ട വല്ല കാര്യമുണ്ടോ? വിനാശകാലേ വിപരീത ബുദ്ധി. ഭഗവാന് കൊടുക്കാതെ മാറ്റിവെച്ചത് അത് ധരിച്ചും കൊണ്ടുപോയി. പ്രസേനം സഹയം ഹത്വ മണിമാച്ഛിദ്യ കേസരി ഗിരിം വിഷഞ്ജാംബവത നിഹതോ മണിമിച്ഛത. സഹയം പ്രസേനം, കുതിരയോടുകൂടിയ ആ പ്രസേനനെ ഹത്വ കൊന്നിട്ട് മണിം ആച്ഛിദ്യ രത്നത്തെ എടുത്ത് ഗിരിം പർവ്വതത്തെ വിശൻ പ്രവേശിക്കുന്ന കേസരി സിംഹം മണിം ഇച്ഛത മണി ആഗ്രഹിക്കുന്ന രത്നം ആഗ്രഹിക്കുന്ന ജാംബവത നിഹത ജാംബവാനാൽ കൊല്ലപ്പെട്ടു.
കുതിരയെയും പ്രസേനനെയും ഒരു സിംഹം കൊന്നു. ആ സിംഹം നോക്കുമ്പോൾ കഴുത്തിൽ കാണുന്നത് ഇതൊരു വലിയ മാംസകഷ്ണമാണ്. അതിൻ്റെ തിളക്കം കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. അതിനു വേണ്ടിയിട്ട് ആ പ്രസേനനെ കൊന്നു, കുതിരയെ കൊന്നു. അങ്ങനെ ഈ രത്നവും കടിച്ചും കൊണ്ട് സിംഹം പോകുമ്പോഴാണ് അവിടെ ആ സിംഹത്തെ ജാംബവാൻ നിഗ്രഹിച്ചത്. സോപി ചക്രേ കുമാരസ്യ മണിം ക്രീഡനഗംബിലേ അപശ്യൻ ഭ്രാതരം ഭ്രാതാ സത്രാജിൽ പര്യതപ്യത. സാ അപി ആ ജാംബവാനോ ബിലേ കുമാരസ്യ മണിം ക്രീഡനകം ചക്രേ, തൻ്റെ ഗുഹയിൽ കളിക്കുന്ന കുട്ടിക്ക് കളിപ്പാട്ടമായിട്ട് ഇതിനെ കൊടുത്തു. ഭ്രാതാ സത്രാജിൽ, സഹോദരനായ സത്രാജിത്ത് ഭ്രാതരം അപശ്യൻ, തൻ്റെ സഹോദരനെ കാണാതെ പര്യതപ്യത, വല്ലാതെ പരിതപിച്ചു, വല്ലാതെ വിഷമിച്ചു എന്നാണ്. ജാംബവാൻ ചെയ്തതൊന്നും സത്രാജിത്ത് അറിഞ്ഞില്ല. സത്രാജിത്ത് തൻ്റെ സഹോദരനെ കാണാതെ വല്ലാതെ വിഷമിച്ചു. പ്രായ കൃഷ്ണേന നിഹതോ മണിഗ്രീവോ വനം ഗതാ ഭ്രാതാ മമേതി തശ്രുത്വ കർണേ കർണേ ജപൻ ജനാ. മണിഗ്രീവ, രത്നം കഴുത്തിൽ ധരിച്ച്, വനം ഗത, വനത്തിൽ പോയ, മമ ഭ്രാത, എൻ്റെ സഹോദരൻ, കൃഷ്ണേന നിഹത, ശ്രീകൃഷ്ണനാൽ കൊല്ലപ്പെട്ടു, പ്രായ, നിശ്ചയം, ഉറപ്പ്, ഇതി തത് എന്ന ആ വാക്കിനെ ജനാഹ ശ്രുത്വ, ജനങ്ങൾ കേട്ടിട്ട്, കർണേ കർണേ അജപൻ, അവരെ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് എല്ലാവരുടെയും കാതിലെത്തി. ശ്രീകൃഷ്ണൻ രത്നം എന്നോട് ചോദിച്ചിരുന്നു, ഞാൻ കൊടുത്തില്ല. അപ്പൊ ഈ രത്നവുമായി പോയ പ്രസേനനെ ശ്രീകൃഷ്ണൻ കാട്ടിൽ വെച്ച് കൊന്നു എന്ന് സത്രാജിത്ത് പറഞ്ഞു വരുത്തി. അപ്പൊ കൃഷ്ണന് ഈ രത്നത്തോടുള്ള താല്പര്യം, ഇത് അപഹരിക്കാൻ ഒരു മടിയില്ല അല്ലേ. കുട്ടിക്കാലം മുതൽ തന്നെ മോഷണം ഒരു ശീലമാക്കിയിരിക്കുന്ന കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഇത് സംഭവിക്കാം എന്ന് ചില ആളുകളൊക്കെ പറയാൻ തുടങ്ങി. ജനാഹ കർണേ കർണേ അജപൻ, ഓരോ ചെവിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഇങ്ങനെയാണല്ലോ ചില കാര്യങ്ങളൊക്കെ ആളുകൾക്ക് വലിയ ഇഷ്ടമാണ്. പരദൂഷണം പറയാന്ന് പറഞ്ഞാൽ കൃഷ്ണൻ വളരെ ശ്രേഷ്ഠനാണ് എന്നുള്ളത് പറയാൻ അധികം ആളുകളില്ല. എല്ലാവർക്കും എന്താ താല്പര്യം? കൃഷ്ണന്റെ ദോഷത്തെ കണ്ടുപിടിക്കുക. കൃഷ്ണൻ അങ്ങനെ ചെയ്തു, കൃഷ്ണൻ ഇങ്ങനെ ചെയ്തു, കൃഷ്ണന്റെ സഹോദരനെ കൊന്നു എന്നൊക്കെ സത്രാജിത്ത് പറഞ്ഞപ്പോൾ ആളുകൾ അതിനെ ശരിവെച്ചു. പലരും ഇതിങ്ങനെ പറഞ്ഞു നടക്കാൻ തുടങ്ങി. ഭഗവാം തതുപശ്രുത്യ ദുര്യശോലിപ്തമാത്മനി മാർഷ്ടും പ്രസേന പദവീമന്വപദ്യത നാഗരൈ. കൃഷ്ണൻ തത് ഉപശ്രുത്യ, അത് കേട്ടിട്ട്, ആത്മനി ലിപ്തം ദുര്യശഃ, തന്നിൽ ആരോപിക്കപ്പെട്ട ആ ദുഷ്കീർത്തിയെ, മാർഷ്ടും, അതിനെ ഇല്ലാതെയാക്കാൻ, മാർജനം ചെയ്യാൻ, നാഗരി പ്രസേന പദവിയും അന്വപദ്യത, തൻ്റെ ആ സൈന്യത്തോടുകൂടി നഗരവാസികളോടുകൂടി പ്രസേനന്റെ മാർഗത്തെ അന്വേഷിച്ച് പുറപ്പെട്ടു. എന്തിനാ? കർണാകർണികയ, ഓരോരുത്തരുടെ കാതിൽ നിന്നും കാതിലേക്ക്, കാതോട് കാതോരം ഈ വിവരങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ശ്രീകൃഷ്ണൻ അറിഞ്ഞു. എല്ലാം അറിയുന്ന ആളാണ് ഭഗവാൻ, എങ്കിലും കപട മാനുഷവേഷം കെട്ടിയാടുന്ന ഭഗവാൻ ഈ ആളുകൾ പറഞ്ഞിട്ടാണ് ഇത് അറിഞ്ഞത് എന്ന് നടിച്ചു. ദുഷ്പേരില്ലാതെയാക്കണം എന്ന വിചാരത്തോടു കൂടി ഭഗവാൻ ചില ആളുകളെ, ചില സാക്ഷികളൊക്കെ വേണമല്ലോ അവിടെ ചെല്ലുമ്പോൾ, ലോകാപവാദത്തെ ഭയപ്പെടേണ്ടത് സൽപുരുഷന്മാരുടെ ധർമ്മമാണ്. ഭഗവാനെല്ലാം അറിയാം, എങ്കിലും മറ്റുള്ളവരെ അക്കാര്യം അറിയിക്കണം. ചിലർ പറയുന്നത് വിശ്വസിച്ചുകൊണ്ട് എല്ലാവരും പറയുന്നത് അത് ഏറ്റുപറയുക എന്നുള്ളത് ലോക സ്വഭാവമാണ്. അങ്ങനെ പറയുന്നതിൽ സത്യമില്ല എന്ന് തെളിയിക്കേണ്ടത് ആരുടെ ചുമതലയാണ്? അത് ആ ആരോപണ വിധേയനാളുടെ ചുമതലയാണ്. അത് ഉത്തമ പുരുഷന്റെ ലക്ഷണമായിട്ടാണ് സജ്ജനങ്ങൾ പറയുക. അങ്ങനെ ഭഗവാൻ അന്വേഷിച്ചിറങ്ങി പുറപ്പെട്ടു. ഹതം പ്രസേനമശ്വം ച വീക്ഷ്യ കേസരിണാവനേ തം ചാദ്രിപൃഷ്ഠേ നിഹതമൃക്ഷേണ ദദൃശുർജന. വനേ കേസരിണാഹതം, അവിടെ സിംഹത്താൽ കൊല്ലപ്പെട്ട പ്രസേനനെയും അശ്വം ച കുതിരയെയും വീക്ഷ്യ കണ്ടിട്ട്, അദ്രിപൃഷ്ഠേ മലയുടെ മുകളിൽ, ഋക്ഷേണ നിഹതം തം ച ആ ഋക്ഷരാജാവായ ജാംബവാനാൽ കൊല്ലപ്പെട്ട ആ സിംഹത്തെയും ജനാ ദദൃശു, ജനങ്ങൾ ഒപ്പമുള്ള ആളുകളൊക്കെ കണ്ടു എന്ന് പറയുന്നു. ആദ്യം പ്രസേനനും കുതിരയും ചത്തുകിടക്കണം കണ്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ സിംഹം ചത്തുകിടക്കുന്നതായിട്ട് കണ്ടു.
ഋക്ഷരാജബിലം ഭീമമന്ധേന തമസാപ്തം ഏകോ വിവേശ ഭഗവാനവസ്ഥാപ്യ ബഹി പ്രജാ ബഹി അവസ്ഥാപ്യ തന്നോടൊപ്പമുള്ള പ്രജകളെ പുറത്തു നിർത്തിയിട്ട് അന്ധേന തമസ അധികം ഇരുട്ട് നിറഞ്ഞിരിക്കുന്ന ആവൃതം മൂടപ്പെട്ട ഭീമം ഋക്ഷരാജബിലം അതിഭയങ്കരമായ ഋക്ഷരാജാവിൻ്റെ ആ ഗുഹയെ ഭഗവാൻ ഏകഹ വിവേശ ഭഗവാൻ ഒറ്റയ്ക്ക് ആ ഗുഹയിലേക്ക് കടന്നു. കൂരാക്കൂരി ഇരുട്ടാണ് അതിനകത്ത്. തൻ്റെ കൂടെ വന്നവരോടൊക്കെ പറഞ്ഞു, ഇവിടെ നിൽക്കൂ, ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ്. അപ്പോൾ ഈ സിംഹം ചത്ത് കിടക്കണതിൻ്റെ അടുത്തുനിന്ന് ചില കാലടികൾ കണ്ടു അത്രേ. അത് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഈ ഋക്ഷരാജാവായ ജാംബവാന്റെ ഗുഹയിലേക്ക് ഭഗവാൻ എത്തിയതും ഭഗവാൻ ബാക്കി ആരെയും കൂട്ടാതെ ഏകനായി അതിനകത്തേക്ക് കടന്നതും. തത്ര ദൃഷ്ട്വാ മണിശ്രേഷ്ഠം ബാലക്രീഡനകം കൃതം ഹർത്തും കൃതമതിസ്തസ്മിന്നവതസ്ഥേർഭകാന്തികേ. തത്ര ബാലക്രീഡനകം അവിടെ കുട്ടിയുടെ കളിക്കോപ്പായിട്ട് കൃതം മണിശ്രേഷ്ഠം അതായിട്ട് മാറ്റിയിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായ രത്നത്തെ ദൃഷ്ട്വ കണ്ടിട്ട് ഹർത്തും കൃതമതി അത് തട്ടിയെടുക്കാൻ വേണ്ടി നിശ്ചയിച്ച ബുദ്ധിയോടുകൂടി കൃതമതി തസ്മിൻ അർദ്ധകാന്തികെ അവതസ്ഥെ ആ കുട്ടിയുടെ അടുത്തേക്ക് ഭഗവാൻ ചെന്നു. ഇതാണ് തന്നെ ഇവിടെ എത്തിച്ചത്. അപ്പൊ ഇത് മേടിച്ചു ഇവിടുന്ന് തട്ടിപ്പറിച്ചങ്ങോട്ട് കൊണ്ടുപോയാൽ കാര്യം തീരും എന്നുള്ള രീതിയിൽ ഭഗവാൻ ഒരു ലീലയാടുന്നു. തമപൂർവം നരം ദൃഷ്ട്വാ ധാത്രീ ചുക്രോശഭീതവൽ തച്ഛ്രുത്വാഭ്യദ്രവൽ ക്രുദ്ധോ ജാംബവാൻ ബലിനാം വരാ. അപൂർവം തം നരം ദൃഷ്ട്വാ ധാത്രീ മുമ്പ് കണ്ടിട്ടില്ലാത്ത ഇങ്ങനൊരു മനുഷ്യനെ കണ്ടിട്ട് ധാത്രി എന്ന് പറഞ്ഞാൽ കുട്ടികളെ നോക്കുന്നവള് പരിപാലിക്കുന്നവൾ ഭീതവൽ ചുക്രോശ പേടിച്ച് ഉറക്കെ നിലവിളിച്ചു. ബലിനാംബര ബലമുള്ള ആളുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന ജാംബവാൻ തത് ശ്രുത്വ അത് കേട്ടിട്ട് ഈ കരച്ചിൽ കേട്ടിട്ട് ക്രുദ്ധ ദേഷ്യപ്പെട്ട് പുറത്തേക്ക് വന്നു എന്നാണ്. പാഞ്ഞ് ഭഗവാന്റെ അടുത്തേക്ക് വരുന്നു. സവൈ ഭഗവതാ തേനായുധേ സ്വാമിനാത്മന പുരുഷം പ്രാകൃതം മത്വാ കുപിതോ നാനുഭാവവിൽ വൈഭവത്തെ ഭഗവാന്റെ വൈഭവത്തെ അറിയാത്ത കോപിച്ച സവൈ ആ പ്രസിദ്ധനായ ജാംബവാൻ പ്രാകൃതം പുരുഷം ഒരു സാധാരണ പുരുഷൻ മാത്രമാണ് ഇത് എന്ന് മത്വ വിചാരിച്ചിട്ട് ആത്മനഹ സ്വാമിന തൻ്റെ തന്നെ സ്വാമിയായ തേന ഭഗവത ആ ഭഗവാനോട് യുദ്ധം ചെയ്തു എന്നാണ്. ഇവിടെ വന്നിരിക്കുന്ന ആള് സാധാരണ ഒരു പുരുഷനാണെന്നാണ് വിചാരിച്ചത്. താൻ നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുന്ന രാമനാമം അത് ആരെ ഉദ്ദേശിച്ചാണോ ആ ആള് തന്നെയാണ് ഇപ്പൊ കൃഷ്ണനായിട്ട് വന്നിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. കാരണം എന്താ, ശ്രീരാമാവതാരത്തിൽ ഭക്തിയോടെ താൻ സേവിച്ചു, ആ ഭഗവാൻ തന്നെയാണെന്ന് അറിഞ്ഞില്ല. ഭക്തനായിട്ടും എന്തുകൊണ്ട് അറിഞ്ഞില്ല, ഇപ്പോ കോപം കൊണ്ട് അറിഞ്ഞില്ല. കോപം വന്നു കഴിഞ്ഞാൽ അന്ധകരണം വേണ്ട പോലെ നിൽക്കില്ല. ക്രോധത്തെ നിയന്ത്രിക്കണം. കോപം വരാതെ സൂക്ഷിക്കുക എന്നുള്ളത് ഭക്തന്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ്. എന്തൊക്കെ വന്നാലും കോപിക്കേണ്ട കാര്യമില്ല, ഭഗവാന്റെ സങ്കല്പം. ഇതൊക്കെ നമുക്ക് പറയാൻ എളുപ്പമാണ്, പക്ഷേ ദേഷ്യം വന്നു പോവും അല്ലേ പല സന്ദർഭങ്ങളിലും. ഇവിടെ ദേഷ്യം വന്നു. ദ്വന്ദ്വയുദ്ധം സുതുമൂലമുഭയോർ വിജിഗീഷതോ ആയുധാശ്മദ്രുമൈദോർഭി ക്രവ്യാർത്ഥേ ശേനയോരിവ. ക്രവ്യാർത്ഥേ മാംസത്തിനു വേണ്ടി ശേനയോ ഇവ പരുന്തുകൾ എങ്ങനെ കൊത്ത് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം യുദ്ധം ചെയ്യുക. വിജിഗീഷതാവും ജയിക്കാൻ ഇച്ഛയുള്ള ഉഭയോവർ രണ്ടുപേരും ആയുധാശ്മദ്രുമൈ ആയുധങ്ങള് അശ്മം കല്ല്, ദ്രുമം വൃക്ഷം ഇതുകൊണ്ടും ദോർഭി രണ്ട് കൈകൾ കൊണ്ടും സുതുമുലം ഏറ്റവും കഠോരമായ ദ്വന്ദ്വയുദ്ധം അവര് നടത്തിയെന്നാണ്. ജയിക്കണമെന്ന ആശ മാത്രമേ ഉള്ളൂ രണ്ടുപേർക്കും. മാംസം കൈക്കലാക്കാൻ നോക്കുന്ന പരുന്തുകളെ പോലെ ആക്രമിക്കണു. ആയുധങ്ങൾ കൊണ്ടുണ്ടായി, കല്ല് കൊണ്ട് വൃക്ഷം പറിച്ചെടുത്തൊക്കെ അടിക്കലുണ്ടായി. ഇപ്പോ ദ്വന്ദ്വയുദ്ധം ആരംഭിച്ചു. ആസീത്തദഷ്ടാവിംശാഹരിമിതേരേതമുഷ്ടിഭി വജ്രനിഷ്പേഷ പരുഷൈരവിശ്രമമഹർനിശം. വജ്രനിഷ്പേഷ പരുഷൈ വജ്രത്തിന്റെ ആ
വലിയ ശബ്ദം, വജ്രം മുട്ടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം പോലെ ഇതരേതര മുഷ്ടിഭി, അന്യോന്യം മുഷ്ടികൾ കൊണ്ടും അവിശ്രമം, ഒട്ടും തന്നെ ക്ഷീണമില്ലാതെ തത്, അത് അഷ്ടാവിംശാഹം, അഷ്ടാവിംശാഹം എന്ന് പറഞ്ഞാൽ 28 ദിവസം അഹർനിശം, രാത്രിയും പകലും യുദ്ധം ഉണ്ടായി. യുദ്ധം നിന്നൊന്നുമില്ല, പകല് മാത്രമാണ് ധർമ്മയുദ്ധം എന്നാണ് പറയുക. ഇവിടെ അങ്ങനെയല്ല, രാത്രിയും പകലും നിരന്തരം അഖണ്ഡമായ യുദ്ധം അവർ തമ്മിലുണ്ടായി. കൃഷ്ണമുഷ്ടി വിനിഷ്പാത നിഷ്പിഷ്ടാംഗോരുബന്ധന ക്ഷീണസത്വസ്വിന്നഗാത്രസ്തമാഹാതീവ വിസ്മിത. കൃഷ്ണമുഷ്ടി വിനിഷ്പാത നിഷ്പിഷ്ടാംഗോരുബന്ധന, കൃഷ്ണന്റെ മുഷ്ടി നിഷ്പാദങ്ങൾ കൊണ്ട്, ആ അടി കൊണ്ട്, മുറിഞ്ഞ സന്ധിബന്ധങ്ങളോടുകൂടി, ക്ഷീണസത്വ, ക്ഷീണിച്ച ആ ബലത്തോടുകൂടി, സ്വിന്നഗാത്ര, ദേഹം മുഴുവൻ വേർത്ത്, അതീവ വിസ്മിത, ആശ്ചര്യപ്പെട്ട ആ ജാമ്പവാൻ തം ആഹ, കൃഷ്ണനോട് പറഞ്ഞു എന്നാണ്. കാരണം ഇതുപോലൊരു ശക്തി ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. തന്നെ തോൽപ്പിക്കാൻ പാകത്തിന് സാക്ഷാൽ രഘൂത്തമനിൽ കൂടി കണ്ടിട്ടില്ല എന്ന് പോലും തോന്നി. അപ്പോൾ ആശ്ചര്യമായി. അതുകൊണ്ടാണ് ഭഗവാനോട് പറഞ്ഞത്. അപ്പൊ ഭഗവാൻ മുഷ്ടി കൊണ്ട് ഇങ്ങടെ അർച്ചന നടത്തിയപ്പോൾ മുഷ്ടി കൊണ്ട് പ്രസാദം അങ്ങോട്ട് കൊടുത്തു. അങ്ങനെയാണ്, പൂവ് കൊണ്ട് അർച്ചിച്ചാൽ പൂവ് പ്രസാദം, മഞ്ഞളാണെങ്കിൽ മഞ്ഞള്, കുങ്കുമാണെങ്കിൽ കുങ്കുമം, ഭസ്മാണെങ്കിൽ ഭസ്മം. അങ്ങനെയാണ് ഇവിടെ ജാമ്പവാൻ പറയാണ്, ജാനേ ത്വാം സർവഭൂതാനാം പ്രാണ ഓജ സഹോബലം വിഷ്ണും പുരാണപുരുഷം പ്രഭവിഷ്ണുമധീശ്വരം. എല്ലാ സകലഭൂതങ്ങളുടെയും പ്രാണനായി, പ്രേരകനായി, ഓജഹ ഇന്ദ്രിയബലമായി, സഹ ഹൃദയബലമായി, ബലം ദേഹബലമായി, വിഷ്ണു സർവവ്യാപകനായി, പുരാണപുരുഷം പ്രകൃതിയുടെ നിയന്താവായി, പ്രഭവിഷ്ണു മഹാപ്രഭാവത്തോടു കൂടിയവനായും, അധീശ്വരം സർവങ്ങളുടെയും നിയന്താവായിട്ടും, ത്വാം ജാനേ ഞാൻ അറിയുന്നു. ഇതുവരെ അറിഞ്ഞില്ല. അമാനുഷ ബലിഷ്ഠമായ ആ ഭാവം കണ്ടപ്പോൾ പരമാർത്ഥബോധം, ക്രോധമില്ലാതെയായി അവിടെ യഥാർത്ഥമായ ബോധം അവിടെ തെളിഞ്ഞു വന്നു എന്നാണ്. അവിടുന്ന് എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിലും പുറത്തും ഇന്ദ്രിയങ്ങളിലുമൊക്കെ ശക്തിസ്വരൂപനായിരിക്കുന്ന, ജഗത് കാരണനായിരിക്കുന്ന, പ്രകൃതിയെ നിയന്ത്രിക്കുന്ന മഹാപ്രഭാവത്തോടുകൂടി ഈശ്വരനാണ്, മഹാവിഷ്ണുവാണ് എന്ന് ഞാൻ അറിയുന്നു. ത്വം ഹി വിശ്വസൃജാം സൃഷ്ടാ സൃജ്യാനാമപി യച്ഛസൽ കാല കലയതാമീശ പരാത്മാ തഥാത്മനാം. പിന്നെ പറഞ്ഞു, വിശ്വസൃജാം ലോകത്തെ സൃഷ്ടിക്കുന്നവരുടെ സൃഷ്ടാവും, സൃജ്യാനാം സൃഷ്ടിക്കപ്പെടാൻ യോഗ്യമായ പദാർത്ഥങ്ങളുടെ സത് യത് സത്തായത് എന്താണോ അതും, കലയതാം പ്രവർത്തകന്മാരുടെ കാലഹ പ്രവർത്തകനും, തഥാ അങ്ങനെ, ആത്മനാം ആത്മാ ജീവന്റെ ആത്മാവും, പര ഈശ പരനായ ഈശ്വരനും അവിടുന്ന് തന്നെയാണ് ത്വം എന്ന് ഞാനിതാ മനസ്സിലാക്കുന്നു. ലോക സൃഷ്ടികർത്താക്കളായിരിക്കുന്ന ബ്രഹ്മാദിദേവന്മാരെ ആരാണോ സൃഷ്ടിക്കുന്നത് അവരുടെ സൃഷ്ടാവ് അവിടുന്നാണ്, നിമിത്ത കാരണം അവിടുന്ന് തന്നെ, സൃജ്യങ്ങളായ സകലതയും ഉപാദാന കാരണം അവിടുന്ന് തന്നെ. അങ്ങയുടെ ആജ്ഞ ശിരസാവഹിച്ചും കൊണ്ട് എല്ലാവരും അവരവരുടെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാത്തിൻ്റെയും നിയന്താവ് അവിടുന്നാണ്, സർവാന്തര്യാമി അവിടുന്നാണ്, പരമാത്മാവ് അവിടുന്നാണ്. യസ്യേഷ ദുൽക്കലിതരോഷകടാക്ഷമോക്ഷൈ വർമാദിശൽക്ഷുഭിത നക്രതിമിംഗിലോ ബുധി സേതുകൃത സ്വയശ ഉജ്ജ്വലിതാചലങ്കാ രക്ഷശിരാംസി ഭുവി പേതുരിശിക്ഷതാനി. യാതൊരാളുടെ ആ ഈഷദുൽക്കലിത രോഷകടാക്ഷമോക്ഷൈ വർദ്ധിച്ച കടാക്ഷങ്ങളെ കൊണ്ട് ക്ഷുഭിത നക്ര തിമിംഗില ക്ഷോഭിക്കപ്പെട്ട നക്രങ്ങളും മുതലകളും തിമിംഗിലങ്ങളും കൂടിയ സമുദ്രം ആ വർമ്മ മാർഗത്തെ ആരാണോ അതിശത്ത് നൽകിയത് സ്വയശ തൻ്റെ യശസ്സാകുന്ന സേതു, ആ സേതുബന്ധനം ചെയ്തിട്ട് ലങ്കാച ഉജ്ജ്വലിത ലങ്കയും ദഹിപ്പിക്കപ്പെട്ടു. അങ്ങനെ
ഇഷുക്ഷതാനി ബാണങ്ങളാൽ മുറിക്കപ്പെട്ടവനായിട്ട് രക്ഷശിരാംസി രക്ഷസിന്റെ ശിരസ്സുകൾ ഭൂമിയിൽ പതിച്ചു. രാമാവതാര കഥ ഓർമ്മിക്കുകയാണ്. ആരുടെ കോപകടാക്ഷം കൊണ്ടാണോ ക്ഷോഭിച്ച മുതലകളും തിമിംഗലങ്ങളോടും കൂടിയ സമുദ്രം പേടിച്ച് അങ്ങയ്ക്ക് കടന്നുപോകാൻ സേതുബന്ധനത്തിന് അവസരം നൽകിയത്, ആ യശസ്സിന്റെ പ്രതിബിംബമായ സേതു ആരുടെ കോപാഗ്നി ലങ്കയെ ദഹിപ്പിച്ചുവോ, ആരുടെ ബാണങ്ങളാൽ രാക്ഷസ രാജാവായ രാവണൻ തുടങ്ങിയവരുടെ ശിരസ്സുകൾ ഭൂമിയിൽ വീണുവോ, ആ എൻ്റെ സ്വാമി, ആ രഘുനാഥൻ ഇവിടെ ദാ അങ്ങ് തന്നെയാണ് എന്ന് ഞാൻ അറിയുന്നു. ഇതി വിജ്ഞാത വിജ്ഞാനമൃക്ഷരാജാനമച്യുത വ്യാജഹാര മഹാരാജ ഭഗവാൻ ദേവകീസുത. ഇവിടെ ഈ പരമാർത്ഥമറിഞ്ഞ ജാമ്പവാനോട് പരീക്ഷിത്തെ ഇതി വിജ്ഞാത വിജ്ഞാനം അറിഞ്ഞ വിശേഷജ്ഞാനത്തോടുകൂടിയ വൃക്ഷരാജാവിനോട് ദേവകീസുത ദേവകീപുത്രനായ കൃഷ്ണൻ അച്യുത ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ വ്യാജഹാര ഭഗവാൻ അങ്ങട് സംസാരിച്ചു. അഭിമൃശ്യാരവിന്ദാക്ഷ പാണിനാ ശങ്കരേണ തം കൃപയാ പരയാ ഭക്തം പ്രേമഗംഭീരയാ ഗിരാ. അരവിന്ദാക്ഷ താമരക്കണ്ണൻ പാണിനാ ശങ്കരേണ തം തൻ്റെ കൈകൊണ്ട് ശങ്കരേണ ശംകരോതി അല്ലേ, അതാണ് ശങ്കരൻ, സുഖത്തെ ജനിപ്പിക്കുന്ന തൻ്റെ കൈകൾ കൊണ്ട് തം ഭക്തം ആ ഭക്തനെ അഭിമൃശ്യ തലോടി പരയാ കൃപയാ ഏറ്റവും കൃപയോടുകൂടി പ്രേമഗംഭീരയാ ഗിരാ പ്രേമം കൊണ്ട് ഗംഭീരമായ വാക്കുകൾ അവിടെ പറഞ്ഞു എന്നാണ്. മണിഹേതോരിഹ പ്രാപ്ത വയം വൃക്ഷപതേ ബിലം മിഥ്യാഭിശാപം പ്രമുജൻ ആത്മനോ മണിനാ മുനാ. ഹേ വൃക്ഷപതേ വൃക്ഷരാജാവേ ജാമ്പവാൻ, അമുനാമണിന ഈ രത്നം കാരണം ആത്മാനഹ എൻ്റെ മിഥ്യാഭിശാപം എൻ്റെ ദുർയശസ്സിനെ പ്രമൃജൻ മാർജനം ചെയ്യാനായിട്ട് മണിഹേതോ മണിക്കു വേണ്ടി വയം ഇഹബിലം പ്രാപ്ത ഞങ്ങൾ ഈ ഗുഹയിലേക്ക് വന്നു. വൃക്ഷരാജാവിനോട് പറയുകയാണ് ഈ രത്നമാണ് ഞങ്ങളെ ഇവിടെ എത്തിച്ചത്. ഇത്യുക്ത്വാ സ്വാം ദുഹിതരം കന്യാം ജാംബവതീം മുദാ അർഹണാർത്ഥം സമണിന കൃഷ്ണായോപജഹാരഹ. ഇങ്ങനെ പറഞ്ഞ ആ ജാമ്പവാൻ മുദ സന്തോഷത്തോടുകൂടി സ്വാം ദുഹിതരം തൻ്റെ പുത്രിയായ ജാമ്പവതിയെ കന്യാം ആ ജാമ്പവതി എന്ന കന്യകയെ മണിന ആ രത്നത്തോടുകൂടി കൃഷ്ണായ അർഹണാർത്ഥം ഉപജഹാര ശ്രീകൃഷ്ണനെ പൂജിക്കാൻ തൻ്റെ മകളെ കൂടി ഭഗവാനെ ഏൽപ്പിച്ചു. ത്രേതായുഗത്തിൽ ശ്രീരാമാവതാരത്തിൻ്റെ സമയത്ത് തന്നെ ജാമ്പവതി ഉണ്ടായിട്ടുണ്ടെന്നാണ്. അപ്പം ജാമ്പവതി ഭഗവത് പത്നിയാവാൻ മോഹിച്ചു. ഭഗവാൻ പറഞ്ഞു ഏകപത്നി വ്രതധരനാണ്, അതുകൊണ്ട് നിന്നെ സ്വീകരിക്കാൻ പറ്റില്ല, പക്ഷേ നിനക്ക് ജരാനരകളൊന്നും ബാധിക്കാതിരിക്കട്ടെ, അടുത്ത യുഗത്തിൽ ഞാൻ ശ്രീകൃഷ്ണനായിട്ട് അവതരിക്കുമ്പോൾ നിന്നെ സ്വീകരിച്ചോളാം. ആദ്യം ലക്ഷ്മിയുടെ സ്വരൂപമായി രുക്മിണിയെ സ്വീകരിക്കും, അത് കഴിഞ്ഞാൽ നിന്നെ, പിന്നെയാണ് ധരാപതി കൂടിയായിരിക്കുന്ന ഞാൻ ഭൂമിയുടെ ആ പുതു അവതാരമായിരിക്കുന്ന സത്യഭാമയെ പോലും സ്വീകരിക്കുക. ഇപ്പൊ ഭക്തപുത്രിയെ സ്വീകരിക്കാൻ ഭഗവാൻ ചെയ്ത ഒരു ഉപായമായിട്ട് മറ്റു ചില പുരാണങ്ങളിൽ കാണുന്നു. ഏതായാലും ആ അദൃഷ്ട്വ നിർഗമം ശൗരേ പ്രവിഷ്ടസ്യ ബിലം ജന പ്രതീക്ഷ്യ ദ്വാദശാഹാനി ദുഃഖിത സ്വപുരം യയു. പുറത്ത് കാത്തു നിന്നിരുന്ന ശൗരേ നിർഗമം അദൃഷ്ട്വ പുറത്തേക്ക് വരാതെ കണ്ടപ്പോൾ, ഭഗവാൻ വരാതെ കണ്ടപ്പോൾ ദ്വാദശാഹാനി 12 ദിവസം കാത്തു നിന്നിട്ട് ദുഃഖിത ജന വിഷമിച്ച ജനങ്ങൾ സ്വപുരം യയു അവരവരുടെ സ്ഥലങ്ങളിലേക്ക് തിരിച്ചുപോയി. ദ്വാരകാവാസികൾ ഒരു പുറത്ത് നിൽക്കുകയായിരുന്നു, കൃഷ്ണൻ വരുന്നില്ല. അപ്പോൾ എന്തു ചെയ്തു? 12 ദിവസം കാത്തു നിന്നു. പിന്നെ വരാണ്ട കണ്ടപ്പോൾ അവരൊക്കെ ദുഃഖത്തോടുകൂടി ദ്വാരകയിലേക്ക് തിരിച്ചു പോകും. നിശമ്യ ദേവകീ ദേവി രുക്മിണ്യാനകദുന്ദുഭി സുഹൃദോ ജ്ഞാതയോ ശോചൻ ബിലാൽ കൃഷ്ണമനിർഗതം. ഗുഹയിൽ നിന്ന് കൃഷ്ണനെ പുറത്തു വന്നില്ല എന്ന് കേട്ടിട്ട് ദേവകി, രുക്മിണി, വസുദേവര്, ആനകദുന്ദുഭി
സുഹൃദ സുഹൃത്തുക്കൾ, ജ്ഞാതയ ബന്ധുക്കൾ ഒക്കെ അശോചൻ അവരും വല്ലാതെ വിഷമിച്ചു എന്നാണ്. സത്രാജിതം ശപന്തസ്തേ ദുഃഖിതാ ദ്വാരകൗകസ ഉപതസ്ഥുർ മഹാമായാം ദുർഗാം കൃഷ്ണോപലബ്ധയെ ദ്വാരകൗകസ. ദ്വാരകയിലുള്ളവർ ദുഃഖിതാഹ വിഷമിച്ചിട്ട് സത്രാജിതം ശപന്ത ശത്രാജിത്തിനെ ശപിച്ചു. കാരണം എന്താ? സത്രാജിത്താണ് ഇതിനൊക്കെ കാരണം. കൃഷ്ണോപലബ്ധയെ കൃഷ്ണനെ കിട്ടാനായി മഹാമായാം ദുർഗാം മഹാമായയായിരിക്കുന്ന ദുർഗയെ അവര് ഉപതസ്തു സ്തുതിച്ചു. അവരവിടെ ഗംഭീരായിട്ട് ഭഗവത് സേവയൊക്കെ ആരംഭിച്ചു എന്നാണ്. മഹാമായ സ്വരൂപിണി ദുർഗ, ആ ദുർഗയെ അവരാരാധിച്ചു. തേഷാം തു ദേവ്യുപസ്ഥാനാൽ പ്രത്യാദിഷ്ടാശിഷാ സചാ പ്രാദുർബഭൂവ സിദ്ധാർത്ഥ സദാരോ ഹർഷേൻ ഹരി. ദേവ്യുപസ്ഥാനാൽ ദേവിയുടെ ആ ദേവിയെ വേണ്ട പോലെ സ്തുതിച്ചപ്പോ തേഷാം പ്രത്യാദിഷ്ടാശിഷ അവർക്ക് വേണ്ടതായിട്ടുള്ള നിങ്ങൾ ഉടനെ ശ്രീകൃഷ്ണനെ ദർശിക്കും എന്ന അനുഗ്രഹം ദേവി നൽകി. ഉടനെ തന്നെ അങ്ങനെ കാര്യം സാധിച്ച സദാര ഭാര്യയോടുകൂടിയുള്ള സാഹരി ആ ശ്രീകൃഷ്ണൻ ഹർഷയൻ പ്രാദുർബഭൂവ ദേവി അനുഗ്രഹിച്ചു. അധികം വൈകാതെ ദേവദേവനായ ഭഗവാൻ ദേവിയോടുകൂടി ജാമ്പവതി ദേവിയോടുകൂടി ദ്വാരകയിലെത്തിച്ചേർന്നു. ഉപലഭ്യ ഹൃഷീകേശം മൃതം പുനരിവാഗതം സഹപത്ന്യാമണിഗ്രീവം സർവേ ജാതമഹോത്സവ. മൃതം പുന ആഗതം ഇവ. മരിച്ചാള് തിരിച്ചു വന്നതുപോലെ പത്നിയാ സഹ ഭാര്യയോടുകൂടി മണിഗ്രീവം കഴുത്തിൽ ആ സെമന്തകരം ധരിച്ച ഋഷികേശം ആ ശ്രീകൃഷ്ണനെ കിട്ടിയിട്ട് സർവേ ജാതമഹോത്സവ എല്ലാവർക്കും വലിയ ഉത്സവം വലിയ സന്തോഷമുള്ളവരായി മാറി എന്നാണ്. സത്രാജിതം സമാഹൂയ സഭായാം രാജസന്നിധൗ പ്രാപ്തിം ചാഖ്യായ ഭഗവാൻ മണിം തസ്മൈ ന്യവേദയൽ. ഭഗവാൻ രാജസന്നിധൗ ആ രാജസന്നിധാനത്തിലെ സഭയിലേക്ക് സത്രാജിതം സമാഹൂയ സത്രാജിത്തിനെ വിളിച്ചു വരുത്തി പ്രാപ്തിം ആഖ്യായ എങ്ങനെയാണ് ഈ രത്നം കിട്ടിയത് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് തസ്മൈ മണിം ന്യവേദയൽ ആ രത്നത്തെ സത്രാജിത്തിന്റെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചു. എനിക്കിത് വേണ്ട എന്നാണ് ഭഗവാന്റെ സങ്കല്പം. നോക്കൂ, സത്രാജിത്ത് തല താഴ്ത്തി നിന്നു. കാരണം ഭഗവാനെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞത്? ഭഗവാനാണ് ഈ തിരോധാനത്തിന് പിന്നിൽ പ്രതി ഭഗവാനാണെന്ന് പറഞ്ഞു. ഇപ്പോ വിശേഷാൽ പ്രതി ഭഗവാനാണ് എന്ന് മനസ്സിലായി. സചാതിവ്രീഡിതോ രത്നം ഗൃഹീത്വാ വാങ്മുഖസ്തതാ അനുതപ്യമാനോ ഭവനമഗമൽ സ്വേന പാപ്മന. അതിവ്രീഡിത തല താഴ്ത്തി ലജ്ജയോടുകൂടിയ ആ സാച സത്രാജിത്തും അവാങ്മുഖ തല താഴ്ത്തി രത്നം ഗൃഹീത്വ ആ രത്നവുമായി തഥാ സ്വേന പാപ്മന അവിടെ നിന്ന് തൻ്റെ താൻ ചെയ്ത പാപത്തിൽ അനുതപ്യമാന പശ്ചാത്തപിച്ചുകൊണ്ട് ഭവനം അഗമൽ തൻ്റെ ഗൃഹത്തിലേക്ക് എത്തിച്ചേർന്നു. സോനുധ്യായം തദേവാഘം ബലവത് വിഗ്രഹാകുല കഥം മൃജാമ്യാത്മരജ പ്രസീദേൽ വാച്യുത കഥം. ബലവത് വിഗ്രഹാകുല ബലവാനോടുള്ള കലഹം കൊണ്ട് ദുഃഖിതനായ സത്രാജിത്ത് തത് അഘമേവ ആ പാപത്തെ മാത്രം ഇങ്ങനെ വിചാരിച്ച് ആത്മരജ തൻ്റെ ഉള്ളിലുള്ള മാലിന്യത്തെ കഥം മൃജാമി എങ്ങനെയാണ് അത് കഴുകിക്കളയാൻ സാധിക്കുക, എങ്ങനെയാണ് അതേപോലെ അച്യുതാഹ കൃഷ്ണൻ കഥം വാ പ്രസീതേൽ കൃഷ്ണൻ എങ്ങനെ സന്തോഷിക്കും എന്നും വിചാരിച്ചു കൊണ്ടിരുന്നു. താൻ ചെയ്ത അപരാധത്തിന് എന്താണ് പ്രായശ്ചിത്തം, ശ്രീകൃഷ്ണൻ സന്തോഷിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കിം കൃത്വാ സാധു മഹ്യം സ്യാത് ന ശപേദ്വാ ജനോ യഥാ അദീർഘദർശനം ക്ഷുദ്രം മൂഢം ദ്രവിണലോലുപം. കിം കൃത്വാ എന്ത് ചെയ്തിട്ടാണ് മഹ്യം സാധു സ്യാൽ എനിക്ക് നന്മയുണ്ടാവുക? ഏത് തരത്തിലാണെങ്കിൽ ലോകം അദീർഘദർശനം ക്ഷുദ്രം ദീർഘദർശനമില്ലാത്ത ആ മുൻകൂട്ടിയുള്ള കാഴ്ചയില്ലാത്ത ക്ഷുദ്രം നീചനായ ദ്രവിണലോലുപം ധനത്തിൽ വല്ലാത്ത മോഹമുള്ള എന്നെ ന ശപേൽ എങ്ങനെ ശപിക്കാതിരിക്കും? എനിക്ക് എങ്ങനെയാണ് നന്മ വരിക?
ആളുകൾ ഇനി എങ്ങനെ എന്നെ ശപിക്കാതിരിക്കും, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ ആലോചിച്ചു. പിന്നെ കണ്ടെത്തി, ദാസ്യേ ദുഹിതരം തസ്മൈ സ്ത്രീരത്നം രത്നമേവ ച ഉപായോയം സമീചീനസ്തസ്യ ശാന്തിർന ചാന്യഥാ. എന്താ വഴി? സ്ത്രീരത്നം ദുഹിതരം, സ്ത്രീകളിൽ രത്നതുല്യായിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠയായ തൻ്റെ മകളെ, രത്നമേവച, രത്നത്തെയും സെമന്തകരത്നത്തെയും, സ്ത്രീരത്നത്തെയും സെമന്തകരത്നത്തെയും, തസ്മൈ ദാസ്യേ, അവനായിട്ട് ആ ശ്രീകൃഷ്ണനായിട്ട് ഞാൻ ദാനം ചെയ്യും. അയം, ഇത് സമീചീനം ഉപായ, ഏറ്റവും നല്ലതായ മാർഗം, അന്യഥ തസ്യ ശാന്തി നച, അല്ലെങ്കിൽ ഇതിന് ഒരിക്കലും ആ ശാന്തി ഉണ്ടാവില്ല, ശമനം ഉണ്ടാവില്ല. ഇത് തന്നെയാണ് നല്ല വഴി എന്ന് സത്രാജിത്ത് തീർച്ചപ്പെടുത്തി. ഏവം വ്യവസിതോ ബുദ്ധ്യാ സത്രാജിൽ സ്വസുതാം ശുഭാം മണിം ച സ്വയമുദ്യമ്യ കൃഷ്ണായോപജഹാരഃ. ബുദ്ധ്യാ ഏവം വ്യവസിത, ബുദ്ധി കൊണ്ട് ഇങ്ങനെ നിശ്ചയിച്ചുറപ്പിച്ച സത്രാജിത്ത് ശുഭാം സ്വസുതാം, കല്യാണ ഗുണസമ്പന്നയായിരിക്കുന്ന തൻ്റെ മകളെ, മണിം ച, ആ രത്നത്തെയും താൻ തന്നെ ഉദ്യമ എടുത്തിട്ട് കൃഷ്ണായ ഉപജഹാര, കൃഷ്ണനായിട്ട് കൊടുത്തു, സമർപ്പണം ചെയ്തു എന്നാണ്. താം സത്യഭാമാം ഭഗവാനുപയേമേ യഥാവിധി ബഹുഭിർയാചിതാം ശീലരൂപൗദാര്യഗുണാന്വിതാം. ബഹുഭി യാചിതാം, അനേകം ആളുകൾ മോഹിച്ച, പ്രാർത്ഥിച്ച, സ്വഭാവം, സൗന്ദര്യം, ഔദാര്യം തുടങ്ങിയ ഗുണങ്ങളോട് കൂടിയ താം സത്യഭാമാം, ആ സത്യഭാമയെ ഭഗവാൻ യഥാവിധി, ശാസ്ത്രവിധി പ്രകാരം ഉപയേമേ, വിവാഹം കഴിച്ചു. കുറേ രാജാക്കന്മാർ മോഹിച്ചിട്ടുണ്ടായിരുന്നു സത്യഭാമയെ. അതിസുന്ദരിയാണ് സത്യഭാമ. അങ്ങനെയുള്ള സത്യഭാമയെ സത്യസ്വരൂപനായ ഭഗവാൻ വിവാഹം ചെയ്തു. ഭഗവാനാഹത നമണിം പ്രതീക്ഷാമോ വയം നൃപ തവാസ്താം ദേവഭക്തസ്യ വയം ച ഫലഭാഗിന വയം മണിന്ന പ്രതീക്ഷാമ. സത്രായത്തിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് രത്നത്തെ വേണ്ട, ഞങ്ങളത് സ്വീകരിക്കുന്നില്ല. ദേവഭക്തസ്യ, സൂര്യഭക്തനായിരിക്കുന്ന അങ്ങയ്ക്ക് ആസ്താം, അങ്ങയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഞങ്ങളും ഫലഭാഗിന, ഫലത്തെ അനുഭവിക്കുന്നവരാണല്ലോ എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു എന്നാണ്. സത്യഭാമയെ സ്വീകരിച്ചു. സൂര്യഭക്തനായ അങ്ങയ്ക്ക് തന്നെ ഈ രത്നം ഇരിക്കട്ടെ, ഞാൻ സ്വീകരിക്കണില്ല. അങ്ങയുടെ കയ്യിലിരുന്നാലും ഈ ദ്വാരകയിലെ യാദവന്മാർക്ക് മുഴുവൻ അതിൻ്റെ ഫലം കിട്ടും. അപ്പോൾ അങ്ങയ്ക്ക് പുത്രനില്ലാത്തത് കൊണ്ട് ഇത് പുത്രിക്ക് തന്നെ ചേരാവുന്ന മുതലാണല്ലോ എന്ന ഭഗവാന്റെ ഒരു സൂത്രം കൂടി അതിലുണ്ട് എന്ന് സജ്ജനങ്ങൾ പറയാറുണ്ട്. ഏതായാലും രത്നത്തെ സത്രാജിത്തിന് തന്നെ ഭഗവാൻ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ സെമന്തകോപാഖ്യാനം എന്ന 56-ാമത്തെ അധ്യായം അവിടെ സമർപ്പിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഭഗവത്പാദങ്ങളിൽ ഈ അക്ഷരപ്പൂക്കളെ സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ, ഹരിയോം. ഭാരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ, രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ, ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം.
വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി
പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. 「 ഹരി ഓം.